സൗദിയിലെ ദമാമിൽ 5 മാസം മുമ്പ് മരിച്ച മലയാളിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ വഴിതെളിഞ്ഞു. സാമൂഹ്യ പ്രവർത്തകരുടെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് കൊല്ലം ആര്യങ്കാവ് സ്വദേശി അയ്യപ്പ മുത്തുവിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത്. 13 വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും അയ്യപ്പ മുത്തുവിന് നാട്ടിലെത്താൻ സാധിച്ചിരുന്നില്ല. നാട്ടിലെ പ്രാരാബ്ദങ്ങൾ കാരണം ബാങ്ക് ലോൺ എടുത്താണ് അയ്യപ്പ മുത്തു ദമാമിലെത്തിയത്. ഒരു മാൻ പവർ കമ്പനി ജീവനക്കാരനായി ജോലി ചെയ്തു വരുന്നതിനിടെ സാമ്പത്തിക പരാധീനതകളാൽ സ്ഥാപനം അടച്ചു. ഇതോടെ മുത്തുവിനെ സ്പോൺസർ വിവിധ ഇടങ്ങളിൽ ജോലിക്ക് നിർത്തിയെങ്കിലും ശമ്പളമൊന്നും നൽകിയില്ല. ഇത് ചോദ്യം ചെയ്ത മുത്തുവിനെ സ്പോൺസർ കള്ളക്കേസിൽ കൊടുക്കുകയായിരുന്നു. അന്ന് അയാള് ഉറൂവാക്കി അകത്തായി നോക്കുമ്പോൾ എക്സിറ്റ് അടിക്കാൻ പറ്റുന്നില്ല. സ്പോൺസർ ഇയാളെ അവർ കേസ് കൊടുത്തിട്ടുണ്ട്, ഇയാളെ കഫീൽ ഉറൂവാക്കിയിട്ടുണ്ട്. അപ്പൊ അത് കാരണത്തിൽ അന്ന് ഞാൻ ജാമ്യത്തിറക്കി കേസൊക്കെ തീർത്തിട്ട് വാന്ന് ഉപദേശിച്ചുകൊണ്ട് വിട്ടു. നാട്ടിലെ പ്രാരാബ്ദങ്ങളും ബാങ്ക് വായ്പയുടെ തിരിച്ചടവും ബാക്കി നിൽക്കെ നാട്ടിൽ പോകാൻ അയ്യപ്പ മുത്തു തയ്യാറായില്ല. കേസ് നിലനിൽക്കെ വീണ്ടും തൊഴിൽ തേടി പ്രവാസത്തിൽ തുടർന്നു. പുള്ളിക്ക് പോകാനല്ല, ഇതിന് കേസ് തീർത്തുകൊണ്ട് പോകുന്നതിനേക്കാൾ ഉപരി പുള്ളിക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ള താല്പര്യം. അങ്ങനെ നമ്മുടെ തന്നെ സുഹൃത്തുള്ള ഒരാള് പുള്ളിക്ക് ഒരു സെക്യൂരിറ്റി കം വാച്ച്മാനായിട്ടുള്ളൊരു ജോലി ശരിയായി കൊടുത്തു. ഒടുവിൽ 9 മാസത്തോളം ആശുപത്രി വെന്റിലേറ്ററിൽ കിടന്നാണ് അയ്യപ്പ മുത്തു മരിച്ചത്. കേസ് ഒഴിവാകാത്തതിനാൽ മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതും നീണ്ടുപോയി. സാമൂഹ്യ പ്രവർത്തകരുടെ നിരന്തര ശ്രമങ്ങൾക്കൊടുവിൽ തടസ്സങ്ങളെല്ലാം ഒഴിവായി ഈ ആഴ്ചയോടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം.